ഒന്നാമത്തെ ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ ചോദ്യം. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഹറാം. ഉസുറോടെ ഖളാ ആയ നിസ്കാരത്തെ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ. സുന്നത്ത്. നാരങ്ങ വെള്ളം. ത്വാഹിർ. നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ. മുഗല്ലദ്. കൂടിയാൽ 60 ദിവസമാണ് നിഫാസ്. രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം. ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം. സുന്നത്ത്. 2 ബാങ്ക് സുന്നത്തുള്ള നിസ്കാരം. സുബ്ഹ്. ബാങ്കും ഇഖാമത്തും കേൾക്കുന്നവൻ അതുപോലെ പറയൽ. സുന്നത്ത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14. ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ നിൽക്കൽ. ഫർള്. മൂന്നാമത്തെ ആക്ടിവിറ്റി വിശദമാക്കുക എന്നതാണ്. അതിലൊന്നാമത്തെ ചോദ്യം. വെള്ളിയാഴ്ച സുബ്ഹിക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. സൂറത്തു സജദ, സൂറത്തു ദഹർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മുഖഫഫായ നജസ്. പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ മൂന്നാമത്തെ ചോദ്യം. ഖസീറായ ഫർളുകൾ. ഇഴ്തിദാലും ഇടയിലെ ഇരുത്തവുമാണ് ഖസീറായ ഫർളുകൾ. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ നാലാമത്തെ ചോദ്യമായി വരുന്നത് നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകളാണ്. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം എന്നിവയാണ് ഖൗലിയായ ഫർളുകൾ. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഖുനൂത്തിൽ ഇമാമും ഓതേണ്ടത് എന്ത് എന്നതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ അവസാനത്തെ ചോദ്യം. ഇമാം ഖുനൂത്ത് ബഹുവചനമാക്കിക്കൊണ്ട് ഉച്ചത്തിൽ ഓതുമ്പോൾ അതിലെ ദുആ വചനങ്ങൾക്ക് മാമും ആമീൻ പറയലും സുന്നത്താണ്. എന്നാൽ ഫഇന്നക തഖ്ലി എന്നത് മുതൽ മാമും ഓതേണ്ടതാകുന്നു. ഇതാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഖുനൂത്തിൽ മാമും ഓതേണ്ടത്. നാലാമത്തെ ആക്ടിവിറ്റിയായി വരുന്നത് എന്ത് ചൊല്ലണം എന്നതാണ്. റുക്കുവിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. ഒന്നാം റക്അത്തിൽ ഔസുവിന് മുമ്പ് എന്താണ് ചൊല്ലേണ്ടത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ ഒന്നാം റക്അത്തിൽ ഔസുവിന് മുമ്പ് വജ്ജഹത്ത് ഓതണം. മൂന്നാമത്തെ ചോദ്യം. ഖുനൂത്തിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത്? നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലണം. നാലാമത്തെ ആക്ടിവിറ്റിയിലെ നാലാമത്തെ ചോദ്യം. ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? സദഖത വബരിർത. അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. തറാവീഹിൽ ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടൽ വാജിബാണ്. രണ്ടാമത്തെ ചോദ്യം. പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്ത്. മൂന്നാമത്തെ ചോദ്യം. 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസ്ർ. നാലാമത്തെ ചോദ്യം. ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരം ജുമുഅ നിസ്കാരം. അഞ്ചാമത്തെ ചോദ്യം. സക്കാത്ത് വാജിബാകാൻ 30 എണ്ണമുണ്ടായിരിക്കേണ്ട മൃഗം മാട്. ആറാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതുക എന്നതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്രി. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവർ ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം. ഇദാ ഹളറത്തി അസ്സലാത്തു ഫൽ യുസിൻ ലക്കും അഹദുക്കും. നിസ്കാരത്തിൻ്റെ സമയമായാൽ നിങ്ങളിലൊരാൾ ബാങ്ക് വിളിക്കട്ടെ. ഏഴാമത്തെ ആക്ടിവിറ്റിയായി വരുന്നത് ഹജ്ജിൻ്റെ ഫർളും വാജിബാത്തും വേർതിരിക്കലാണ്. അതിൽ ഫർളിൽ പെടുന്നത് ഇഫാദത്തിൻ്റെ തവാഫും തലയിൽ നിന്ന് മുടി നീക്കുകയും, വാജിബാത്തിൽ വരുന്നത് വിദാഇൻ്റെ തവാഫും മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യലും. എട്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈനക തഖ്ലി വലാ യുഖ്ല ഡാഷ് മൻ ആദൈത്. ഫൈനക തഖ്ലി വലാ യുഖ്ല ലൈക് വൈനഹു ലാ യസിലു മൻ വാലിദ് വലാ യഇസു മൻ ആദൈത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ന സ്വലാത്തി വനുസുക്കി ഡാഷ് ശരീക ലഹു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. അതുവരെയുള്ളൂ അതിൽ വരുന്നത്.